നമ്മൾ പോളിമർ എന്താന്ന് നോക്കി. എന്തായിരുന്നു പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണോമർ ഉണ്ടാവും. കുറേ മോണോമറുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് പോളിമർ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, സോ പോളിമർ എന്താണെന്ന് മനസ്സിലായി. പോളിമർ 2 ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. ഒന്ന് അഡിഷൻ പോളിമറും ഒന്ന് കണ്ടൻസേഷൻ പോളിമറും. അഡിഷൻ പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് അഡിഷൻ റിയാക്ഷൻ വഴി ഫോം ചെയ്യുന്ന മോളിക്യൂൾസിനെയാണ് നമ്മൾ അഡിഷൻ പോളിമർ എന്ന് വിളിക്കുക. ഒരു മോളിക്യൂൾ ഉണ്ട്, അതിന് വേറൊരു മോളിക്യൂളായിട്ട് ആഡ് ചെയ്തു, വേറൊരു മോളിക്യൂളായിട്ട് ആഡ് ചെയ്തു, വേറൊരു മോളിക്യൂളായിട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന സാധനത്തിനെയാണ് നമ്മൾ അഡിഷൻ പോളിമർ എന്ന് വിളിക്കുക. ഓക്കെ, കണ്ടൻസേഷൻ പോളിമർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടൻസേഷൻ പോളിമർ ഇസ് എ പോളിമർ വിച്ച് ഒബ്റ്റൈൻഡ് ബൈ റിമൂവിങ് സംതിങ്. ഒരു മോളിക്യൂളിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആറ്റത്തിനെയോ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെയോ റിമൂവ് ചെയ്തിട്ട് തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടുന്ന സാധനത്തിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ പോളിമർ എന്ന് വിളിക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് നോക്കാം. നമുക്ക് ആദ്യം അഡിഷൻ പോളിമർ അങ്ങോട്ട് പഠിക്കാം. അഡിഷൻ പോളിമർ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് അഡിഷൻ പോളിമർ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന, വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് കടയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സാധനമാണ്. നോക്കാം. നോക്കാം, നമ്മൾ ആദ്യമായിട്ട് ഒരു അഡിഷൻ പോളിമറിൻ്റെ റിയാക്ഷനാണ് എഴുതാൻ പോകുന്നത്. ഞാൻ എഴുതുമ്പോൾ ആ കോമ്പൗണ്ടിൻ്റെ പേര് നിങ്ങളൊന്ന് പറയാം. ഇതാണ് ആ കോമ്പൗണ്ട്, NCH2 ഡബിൾ ബോണ്ട് CH2. നിങ്ങൾ നോക്കണ്ട. N എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ N നമ്പർ ഓഫ് CH2 ഉണ്ട്. ഇതൊരു മോണോമറാണ് കേട്ടോ. ഇതൊരു മോണോമറാണ്. മോണോമർ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റാറ്റ്. NCH2 എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? CH2 ഡബിൾ ബോണ്ട് CH2 ഒരെണ്ണമല്ല, ഒരുപാടെണ്ണം ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഒരുപാട് CH2 ഡബിൾ ബോണ്ട് CH2 എന്ത് ഇരിപ്പുണ്ട്. അതാണ് N നമ്പർ ഓഫ്. സപ്പോസ് ഞാൻ ഇവിടെ 2 നിട്ട് കഴിഞ്ഞാൽ അർത്ഥം 2 CH2 ഡബിൾ ബോണ്ട് CH2 ഉണ്ട്. ഞാൻ ഇവിടെ 3 നിട്ട് കഴിഞ്ഞാൽ അർത്ഥം 3 CH2 ഡബിൾ ബോണ്ട് CH2 ഉണ്ട്. ഞാനിവിടെ NCH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞാൽ ദർ ഇസ് ലോട്ട് ഓഫ് CH2 ആൻഡ് CH2. നമുക്കതിൽ എണ്ണം പ്രത്യേകിച്ച് നമ്മൾ പറയുന്നില്ല. എടുത്ത് 1000 ആയിരിക്കാം, 10,000 ആയിരിക്കാം, 2,00,000 ആയിരിക്കാം. ഓക്കെ, നമ്മൾ എണ്ണം പറയുന്നില്ല. ദാറ്റ്സ് ഓൾ. So there is a CH2 double bond CH2. Then can you tell me what is the name of this compound? ഈ കോമ്പൗണ്ടിന്റെ പേര് എന്താണ്? ഈ കോമ്പൗണ്ടിന്റെ പേര്? 2 കാർബണാണുള്ളത്. സോ എത്താണ്, ഡബിൾ ബോണ്ട് ആണ്, സോ ഈനാണ്. സോ പേര് ഈത്തീൻ. സോ ഇവിടുത്തെ മോണോമർ ഈത്തീൻ ആണെന്നുള്ള കാര്യം മൈൻഡിൽ വെച്ചേക്കാം. വളരെ സിമ്പിളായിട്ട് NCH2 ഡബിൾ ബോണ്ട് CH2 എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യിപ്പിക്കുകയാണ്? അതിനെ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഇവിടെ ഞാൻ ഇതിൻ്റെ ശരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോം ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു ട്രിക്ക് വെച്ച് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നോക്കാം. സോ ദർ ഇസ് CH2 ഡബിൾ ബോണ്ട് CH2, ലോട്ട് ഓഫ് CH2 ഡബിൾ ബോണ്ട് CH2 കേട്ടോ. ഒരുപാട് CH2 ഡബിൾ ബോണ്ട് CH2 ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംമാതിരി ഉണ്ട്. ഓക്കെ, ഇഷ്ടംമാതിരി CH2 ഡബിൾ ബോണ്ട് CH2 ഉണ്ട്. ഞാൻ എന്താ പറഞ്ഞത്? അഡിഷൻ പോളിമറൈസേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് കണ്ടിന്യൂസ് അഡിഷൻ ഓഫ് മോണോമറിനെ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? അഡിഷൻ പോളിമറൈസേഷൻ കിട്ടുക. അഡിഷൻ റിയാക്ഷൻ നമ്മൾ എന്താ പഠിച്ചത്? അഡിഷൻ റിയാക്ഷൻ നമ്മൾ പഠിച്ചത് ആദ്യം അവിടെയുള്ള ഒരു ബോണ്ട് അങ്ങ് എന്ത് ചെയ്യും? പൊട്ടും. സോ വളരെ സിമ്പിളായിട്ട് ഈ കോമ്പൗണ്ടിൽ നിന്നെല്ലാം ഓരോ ബോണ്ട് അങ്ങ് പൊട്ടും. അഡിഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് പറ്റും? ഓരോ ബോണ്ട് അങ്ങ് പൊട്ടും. പകരം ഇവർക്കിടയിൽ എന്ത് വരൂടാ? ബോണ്ട് വരും. ഇവർക്കിടയിൽ എന്ത് വരും? ബോണ്ട് വരും. അപ്പുറം ഇപ്പുറം വന്ന് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? സോ ഇവിടെ നടുക്കത്തെ ബോണ്ട് പൊട്ടിയിട്ട് ഞാൻ ആ ഇടയ്ക്കുള്ള ബോണ്ട് ഞാൻ വേറെ കളറിൽ മാർക്ക് ചെയ്യാം, ഒന്ന് മനസ്സിലാവും. ഇടയ്ക്കത്തെ ബോണ്ട് എന്ത് ചെയ്യും? ഫോം ചെയ്യും. ഇതൊരു മോണോമറായിരുന്നു, ഇതൊരു ഒറ്റ മോണോമറായിരുന്നു അല്ല, ഇതിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ആയിരുന്നു. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഡബിൾ ബോണ്ട് അങ്ങ് ബ്രേക്കായി. ഡബിൾ ബോണ്ട് ബ്രേക്കായതിന് ശേഷം അപ്പുറത്തിരിക്കുന്ന CH2 മോളിക്യൂളിനെയും ഇപ്പുറത്തിരിക്കുന്ന CH2 മോളിക്യൂളിനെ തമ്മിൽ എന്ത് ചെയ്തു? ജോയിൻ ചെയ്യുന്ന പുതിയൊരു ബോണ്ട് വന്നു. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോവും. അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്കിരുന്ന മുത്തുമണികളെ നമ്മൾ എന്ത് ചെയ്തു? ഒരു നൂല് വെച്ച് കോർത്തു. ഒറ്റയ്ക്കൊറ്റയ്ക്കിരുന്ന മുത്തുകളെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബോണ്ട് ഫോം ചെയ്തു. ഇടയ്ക്ക് ഒരു നൂല് വെച്ച് നമ്മൾ കോർക്കുകയാണ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ അഡിഷൻ പോളിമർ എന്ന് വിളിക്കുക. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. CH2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ടായിരുന്നു. ആ മോളിക്യൂളിനെ നമ്മൾ അഡിഷൻ പോളിമറൈസേഷൻ, ഈ പ്രോസസ്സിനെ എന്താ വിളിക്കുക? അഡിഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമാക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ടുകൾ ബ്രേക്കായി. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു, അതെന്തായി? ബ്രേക്കായി. ആ ഡബിൾ ബോണ്ട് ബ്രേക്കായതിന് ശേഷം 2 ഡിഫറെന്റ് മോളിക്യൂളുകൾക്കിടയിൽ എന്ത് വന്നു? ബോണ്ട് വന്നു. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു ചെയിൻ മാതിരി അങ്ങ് എന്താവൂടാ? ഫോം ആവും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോളിമർ എന്ന് വിളിക്കുക. ഒറ്റയായിട്ടിരുന്നവന്മാര് ഗ്യാങ് ആയിട്ട് മാറി, നല്ലൊരു ചെയിൻ ഫോം ചെയ്തു.
ഓക്കെ, ഇനി ഇങ്ങനെയാണോ നമ്മൾ ആൻസർ എഴുതണ്ടേ? അല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. ഇനി ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് ഇതിന്ന് എടുത്ത് എഴുതാം. നമുക്കിങ്ങനെ 900 എലമെന്റ്സിനെ എങ്ങനെ CH2 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 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റത്തില്ല. നോക്ക്, ഇത് ഇവിടെ 4 എലമെന്റ് ആണോ ഉള്ളത്? അല്ല, 4 എലമെന്റ് അല്ല, n നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്, ഇഷ്ടംമാതിരി എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ആൻസറിൽ CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. അത് നമ്മളത് ഷോർട്ട് ആക്കി എങ്ങനെ എഴുതാം? നമ്മളൊരു ഒറ്റ ആളതാ ഇവനെ എടുക്കാം. ഇവൻ എന്താ സംഭവിച്ചത് ശരിക്കും? ഇവൻ്റെ ഡബിൾ ബോണ്ട് അങ്ങ് പോയി അല്ലേ? നോക്കേ, എല്ലാ കേസിലും അതങ്ങനെയല്ലേ, ഡബിൾ ബോണ്ട് അങ്ങ് പോയി അല്ലേ? ഞാനപ്പോൾ എന്ത് എഴുതി? CH2 സിംഗിൾ ബോണ്ട് CH2. ഇനി എന്ത് സംഭവിച്ചു? ഇവന് അപ്പുറത്തിരുന്ന മോളിക്യൂളായിട്ട് ഒരു ബോണ്ട്, ഇവിടെ ഇരുന്ന മോളിക്യൂളായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്ത്, ഇവിടെ ഇരുന്ന മോളിക്യൂളായിട്ടൊരു ബോണ്ട് ഫോം ചെയ്ത്, അത് കാണിക്കാൻ വേണ്ടിയിട്ട്, അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ബോണ്ട് നീട്ടിയിടും, ഇവിടെയും ഒരു ബോണ്ട് ഞാൻ എന്ത് ചെയ്യും? നീട്ടിയിടും. എന്നിട്ട് ഞാൻ ഈ ഒരു മോളിക്യൂളിനെ സ്ക്വയർ ബ്രാക്കറ്റിനകത്തോട്ടാക്കും. ഈ ഒരു മോളിക്യൂളിനെ എന്തോട്ടിലാക്കും? സ്ക്വയർ ബ്രാക്കറ്റിനകത്തോട്ടാക്കും. എന്നിട്ട് താഴെ ഞാനൊരു n കൊടുക്കും. ഞാൻ ഒന്നുകൂടെ പറയാം ഞാൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ നമുക്കറിയാം CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അത് തമ്മിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, എനിക്ക് എല്ലാം കൂടെ വാരി വലിച്ച് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു മോളിക്യൂളിനെ സെലക്ട് ചെയ്താൽ ഇവൻ ഞാൻ സെലക്ട് ചെയ്തു. ഇവൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? CH2 സിംഗിൾ ബോണ്ട് CH2 എന്ന് എഴുതി. ഇനി നമുക്കറിയാം അവൻ്റെ ഇപ്പുറത്തോട്ടും ബോണ്ടുണ്ട്, അപ്പുറത്തോട്ടും ബോണ്ടുണ്ട്. ഞാൻ ആ 2 ബോണ്ട് ഇങ്ങനെ നീട്ടിയിട്ടു. എന്നിട്ട് ആ ബോണ്ടിൻ്റെ നടുക്കൂടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വരച്ചു. ഓക്കെ, നമ്മൾ സ്പെസിഫൈ ചെയ്യണം, അവനെ മാത്രം ഇങ്ങനെ സൂം ചെയ്യുകയാണ്. ഓക്കെ, ഫ്രെയിമിനകത്ത് കൊണ്ടുവരുവാണ്. ഫ്രെയിം എവിടെ? ഓക്കെ. എന്നിട്ട് അതിൻ്റെ താഴെ ഞാൻ എന്ന് കൊടുക്കുകയാണ്. വാട്ട് ഡസ് ദിസ് മീൻ? എന്നെടുത്താൽ അതിനർത്ഥം എന്താണ്? ഇതേപോലുള്ള n നമ്പർ ഓഫ് മോളിക്യൂൾസ് അപ്പുറത്തോട്ടുണ്ട് എന്നർത്ഥം. എടാ, ഞാൻ S2 എന്ന് എഴുതിയതിന് അർത്ഥം എന്താ? 2s ഉണ്ട് എന്നർത്ഥം. ഞാൻ Cl2 എന്ന് എഴുതാറില്ലേ? Cl2 അതിനർത്ഥം എന്താ? Cl-ഉം വേറെ Cl-ഉം. ഞാൻ ഇവിടെ Cl n എന്ന് പറഞ്ഞാൽ എഴുതിയ എന്താ അർത്ഥം? അങ്ങനെ ഇല്ല. Cl എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Cl 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 ഇങ്ങനെ n നമ്പർ ഓഫ് Cl ഉണ്ടെന്ന അർത്ഥം. അപ്പോൾ ഇതൊരൊറ്റ മോളിക്യൂൾ അല്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് താഴെ ഇവിടെ ഒരു n കൊടുത്തത്. എനിക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇത്രയൊന്നും ആലോചിച്ചൊന്നും എഴുതണ്ട. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് എങ്ങനെയാണ് ഈ മോളിക്യൂൾ ഫോം ചെയ്തത്, എന്താണ് സംഭവം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്രയും ഒന്നും ആലോചിക്കാണ്ട് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ എഴുതാം, ഒന്നുകൂടെ ആൻസർ എഴുതാം. വളരെ സിമ്പിളാണ്. നിങ്ങൾ സൈഡിൽ n കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇതൊരു പോളിമറൈസേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സൈഡിൽ നിങ്ങൾ n കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക ഇതൊരു പോളിമറൈസേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് പിടിക്കാം. ഇനി അതിനുശേഷം ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എന്താണോ മോളിക്യൂള് അതിൽ നിന്നൊരു ബോണ്ടിനെ ഞാൻ കളയാം. ഇത് ഇവിടെ എന്താണോ, ഇവിടെ എന്താ മോളിക്യൂള്? CH2 ബോണ്ട് CH2 അല്ലേ? അതിൽ നിന്നൊരു ബോണ്ടിനെ എടുത്ത് കളയാം. അപ്പോൾ എന്ത് കിട്ടും? CH2 സിംഗിൾ ബോണ്ട് CH2. ഇനി ഈ മോളിക്യൂളിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരു ബോണ്ട് കൊടുക്കുക. ഈ മോളിക്യൂളിൻ്റെ അപ്പുറവും ഇപ്പുറവും നമ്മൾ ഒരു ബോണ്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലോട്ടാക്കുക, എന്ന് കൊടുക്കാം. ഒന്നുകൂടെ പറയാം. നമ്മളെ കയ്യിലിരിക്കുന്ന മോളിക്യൂളിനെ ഡബിൾ ബോണ്ട് മാറ്റി സിംഗിൾ ബോണ്ട് ആക്കുക. അപ്പുറവും ഇപ്പുറവും ഓരോ ബോണ്ട് കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റിലാക്കുക, താഴെ ഒരു n കൊടുക്കുക. കഴിഞ്ഞു പരിപാടി. ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും, പോളിമറൈസേഷൻ്റെ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഒരു ബോണ്ട് എടുത്ത് കളയുക, അപ്പുറവും ഇപ്പുറവും ഒരു സിംഗിൾ ബോണ്ട് കൊടുക്കുക, താഴെ ഒരു n കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോളിമറൈസേഷൻ്റെ ഏത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, സോ നമുക്കറിയാം CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈത്തീനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതാണ് ഇവിടുത്തെ മോണോമർ. വാട്ട് ഡു യു മീൻ ബൈ മോണോമർ? മോണോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിമറിനകത്തുള്ള ഒരു സിംഗിൾ ബിറ്റ്, ഒറ്റൊരാളെ വിളിക്കുന്ന പേരാണ് മോണോമർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പേര്? ഇതിൻ്റെ പേര് നമ്മൾ എങ്ങനെ എഴുതും? സോ ഈത്തീനാണ് മോണോമർ നമുക്കറിയാം. ഇപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ പേര് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പോളി ചേർത്ത് കൊടുത്താൽ മതി. എന്ത് ചേർത്ത് കൊടുക്കണം? പോളി. എങ്ങനെ? ഇതിൻ്റെ പേര് ഈത്തീൻ എന്നല്ലേ? അപ്പം ഇതിൻ്റെ പേര് കിട്ടാൻ വേണ്ടിയിട്ട് പോളി ഈത്തീൻ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്ത് ചേർത്ത് കൊടുത്താൽ മതി? പോളി ഈത്തീൻ. ദിസ് ഈസ് മോണോ ഈത്തീൻ. ഒരൊറ്റ ഈത്തീൻ മാത്രമേ ഉള്ളൂ. അപ്പുറം ഇരിക്കുന്ന ആള് പോളി ഈത്തീൻ. എന്താണ്? പോളി
ഈത്തീൻ. ഇനി പോളി ഈത്തീനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പോളിത്തീനെ വിളിച്ച് ആൾക്കാർ വളരെ സിമ്പിളായിട്ട് ഇതാ ഇങ്ങനെ പേര് വിളിക്കാൻ തുടങ്ങി. പോളിത്തീൻ. എന്താണ്? പോളിത്തീൻ. ലിറ്ററലി പോളിത്തീൻ. കേട്ടിട്ടില്ല? പോളിത്തീൻ നമ്മളിവിടെ കേട്ടിട്ടുള്ള നമ്മൾ ഈ പോളിത്തീൻ്റെ കവർ, പോളിത്തീൻ്റെ കീസ് പോലുള്ള സാധനങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ? പോളിത്തീൻ. ഓക്കെ, സോ ആ പോളിത്തീൻ. ഓക്കെ, സോ പോളിത്തീൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പ്ലാസ്റ്റിക് കവർ, പോളിത്തീൻ കവർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഈ പോളിത്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിമറാണ്. പോളിമറായിട്ടുള്ള പോളിത്തീൻ്റെ മോണോമർ ആരാണ്? പോളിത്തീൻ്റെ മോണോമർ ഈത്തീനാണ്. എങ്ങനെയാണിത് ഫോം ചെയ്തത്? ബൈ അഡിഷൻ, പോളിമറൈസേഷൻ. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പോളിത്തീൻ്റെ ഫോർമേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൽ 2-3 ഇതേമാതിരത്തെ എന്ത് നോക്കും? പോളിമറൈസേഷൻ റിയാക്ഷനുകൾ നോക്കും. അതിന് മുന്നേ ഈ പോളിത്തീൻ്റെ റിയാക്ഷൻ വളരെ സിമ്പിളാണത്. ഓക്കെ, നിങ്ങളെ മോണോമറിൻ്റെ പേര് പഠിച്ചാൽ പോളിമറിൻ്റെ പേര് എഴുതാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു തരാം. എന്നിട്ട് അതിൻ്റെ ആൻസർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വളരെ സിമ്പിളായിട്ട് എൻ്റെ കയ്യിൽ CF2 ഡബിൾ ബോണ്ട് CF2 ഉണ്ടെന്ന് വിചാരിക്കും. CF2 ഡബിൾ ബോണ്ട് CF2 കുറവ് വേണ്ട. NCF2 ഡബിൾ ബോണ്ട് CF2. ഞാൻ ഇതിനെ പോളിമറൈസും ചെയ്യുവാണ്. വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് എഴുതുക. പറ്റുമെങ്കിൽ അതിൻ്റെ പേര് ഒന്ന് എഴുതുക. ഞാൻ ഇതിൻ്റെ പേര് പറഞ്ഞുതരാം. ദിസ് ഈസ് 4 ഫ്ലൂറിൻ അല്ലേ, 11,22 ടെട്രാഫ്ലൂറോ ഈത്തീൻ എന്നാണ് വരിക. ഓക്കെ, സോ 11,22 ടെട്രാഫ്ലൂറോ ഈത്തീൻ. ഇതിന് ഇങ്ങനെയൊന്നും പേരിടേണ്ട ആവശ്യമില്ല. വളരെ ചുരുക്കത്തിൽ ഇതിൻ്റെ പേര് നമുക്ക് ഇങ്ങനെ എഴുതാം: ടെട്രാ ഫ്ലൂറോ ഈത്തീൻ. ടെട്രാ മീൻസ് 4 ഫ്ലൂറിൻ, 4 ഫ്ലൂറിനും ഈത്തീനും. ഓക്കെ, സോ ഇതിൻ്റെ എന്തെഴുതാം? ഇതിൻ്റെ ആൻസർ ഒന്ന് എഴുതി നോക്കാം. എന്നിട്ട് കമൻറ്റിൽ അറിയിക്കാം.